എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളിതവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു സൺഡേ ആണ്. പിന്നെ അതുമല്ല ക്ലാസ്സും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ ക്ലാസ് എടുക്കണം എന്നൊരു ചെറിയൊരു മൈൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറുതെ ഇരിക്കുമ്പം ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ടൈം പോയി കിട്ടുമല്ലോ എന്ന് ആലോചിക്കുന്ന ഒരാളാണ് ഇപ്പം ഞാൻ. അപ്പം രാവിലെ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ റെഡിയാക്കാനുണ്ടായിരുന്നു. പിന്നെ ആസ് എ ഹൗസ് വൈഫ്, ആസ് എ ടീച്ചർ, ആസ് എ യൂട്യൂബർ എങ്ങനെയാണ് എൻ്റെ ലൈഫ് പോകല് എന്നുള്ളത് ഇതിലൂടെ ഏകദേശമൊക്കെ മനസ്സിലാവും. ഇങ്ങനെയൊക്കെ തന്നെ പോലെ ചില ദിവസങ്ങളിൽ ചില വീഡിയോസ് എടുക്കാനുള്ള തിരക്കും കാരണങ്ങൾ കൊണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റാറില്ല. രാവിലത്തെ കുറച്ചൊരു ബിസി ആയിട്ടുള്ള പോകുന്ന ഒരു ടൈമാണ്. അപ്പം അതിങ്ങനെ എപ്പോഴും എടുക്കാൻ പറ്റാറില്ല. എപ്പോഴെങ്കിലുമൊക്കെ പെട്ടെന്നൊരു ബോധോദയമാണ് ഇന്നെടുക്കാന്നുള്ളത്. അപ്പോൾ എടുക്കുന്ന ദിവസം കുറച്ചും കൂടി നേരത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം. കാരണം വീഡിയോസ് എടുക്കുമ്പോൾ നല്ല ലാഗാണ് നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ. ചെറുപയർ കാര്യങ്ങളൊക്കെ ഞാൻ രാത്രി തന്നെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അത് ഇട്ടങ്ങോട്ട് കുക്കറിലടിച്ചു. ജസ്റ്റ് ഉപ്പും വെള്ളം ഒഴിച്ചങ്ങാണ്ട് കുക്കറിലടിച്ചിട്ട്, കാരണം 2 ഐറ്റംസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നമ്മൾ തേങ്ങയൊക്കെ ഇട്ടുങ്ങാണ്ട് പഞ്ചസാരയൊക്കെ ഇട്ടുങ്ങാണ്ട് സെറ്റാക്കൂലേ, നമ്മളെന്താ അതിന് പറയാന്ന് എനിക്കറിയില്ല. അതും ആക്കി കുറച്ച്. പിന്നെ ചെറുപയർ കറിയും പുട്ടും ആക്കാമെന്ന് വിചാരിച്ചു. കുറച്ചൊരു തോട്ട് ഇഷ്യൂ ഉണ്ട്, അതിനെക്കൊണ്ട് സൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കും. അപ്പം അത് ആക്കി കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം, പിന്നെ പുട്ടൊക്കെ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വയം അങ്ങോട്ട് ആയിക്കോളും. പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടികളും തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് പയറുണ്ടായിരുന്നു. അപ്പോൾ പയർ ഉപ്പേരി വെക്കണം, മീൻ പൊരിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതും ഇതിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ഉച്ചക്കും കൂടെ ഒറ്റയടിക്ക് പണി അങ്ങോട്ട് തീരും. അപ്പോൾ ഒരു 11 മണിയാകുമ്പോഴത്തേന് എല്ലാ പണികളും തീരും. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള മീൻ കറി കാര്യങ്ങളാക്കലും മീൻ പൊരിക്കലും പിന്നെ പപ്പടം പൊരിക്കലും, പിന്നെ പുട്ടിലേക്ക് രാവിലത്തേക്ക് പപ്പടം വേണമല്ലോ, അപ്പം അത് പൊരിക്കലും ഉപ്പേരി ഉണ്ടാക്കലും, അത് അവിടെയും ഇവിടെ സൈഡിൽ അതും ഇതൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഒറ്റയ്ക്കാവുമ്പോൾ ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ, വീഡിയോ എടുത്തു തരാൻ നമുക്കൊരാൾ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും. പിന്നെ നമ്മളൊരു ഭാഗത്ത് ക്യാമറ വെച്ച് അത് ശരിയാക്കി ഇത് ശരിയാക്കി വരുമ്പോഴത്തേന് നമ്മളപ്പുറത്തെ പണി കണ്ട് ലേറ്റ് ആവും. അതാണ് മെയിൻ ഈ രാവിലെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് തീരെ നോക്കാത്തത്. ഡെയിലി വ്ളോഗിലൊക്കെ ഞാൻ മിക്കതും നമ്മൾ ഈ രാവിലത്തെ കഴിഞ്ഞിട്ടുള്ള പണികളാണ് മെയിൻ കോൺസെൻട്രേറ്റ്. കാരണം അതൊരു ഇടിപിടി എന്നുള്ള പണിയായിരിക്കും. കുറച്ച് നേരത്തെ നീക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ലേറ്റ് ആവും. പിന്നെ ഒരു 12 o'clock ഒക്കെ ആവും ഒക്കെ ഒന്ന് ലേറ്റായി ഇങ്ങനെ വരാൻ, പണികളൊക്കെ ഒന്ന് കഴിഞ്ഞാൽ. അപ്പോൾ വിചാരിക്കും വേണ്ടിയില്ലേനി വീഡിയോ കണ്ടില്ലേനെന്ന്. അപ്പോൾ ഇന്ന് പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഓരോന്ന്, അതിനെക്കൊണ്ട് കുറേ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. അപ്പം പറ്റുന്നിടത്തോളം കാണിച്ചിട്ടൊക്കെ വീഡിയോസ് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഷാക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ വേറെ റെഡിയാക്കി വെച്ചു. ഉപ്പേരിയും മീൻ പൊരിച്ചതും പപ്പടവും കറിയും ഒക്കെ ആക്കി അതും സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഫുഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് രാവിലത്തെ ഉച്ചക്കത്തൊക്കെ ഇങ്ങനെ ഒറ്റയടിക്ക് അങ്ങോട്ട് തീർന്നോളും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചു. കുറച്ച് നേരം അങ്ങനെ അടിച്ചുതരാനും അങ്ങനെ താഴത്തെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മേലേക്ക് വന്നു. അവിടെയും ഇതേ സെയിം പരിപാടി ഉണ്ടല്ലോ. കഴിയുന്നതും സൺഡേയിൽ വെറുതെ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇങ്ങനത്തെ പണികളൊക്കെ നമ്മൾ വർക്കിംഗ് ഡേയ്സിലേക്ക് ആക്കിയിട്ട് സൺഡേ ട്യൂഷനോ ഒന്നുമില്ലാതെ വെറുതെ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാമെന്നൊക്കെ ആലോചിക്കും. പക്ഷേ പിന്നെ വിചാരിക്കും എന്താണെന്ന് വെറുതെ ഇരുന്നങ്ങാണ്ട് ടൈം നോക്കണേ, നേരം ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ് ആയില്ലേ വിചാരിച്ചങ്ങാണ്ട് പിന്നെ ഇങ്ങനത്തെ ഓരോ പണികളും കാര്യങ്ങളും. പിന്നെ പെറ്റ്സിൻ്റെ ഇപ്പം 3 കുട്ടികളും ഉണ്ടല്ലോ, പിന്നെ 3 കുട്ടികളെ കൊടുക്കാനുള്ള പ്ലാനിങ് ഉണ്ട്. അപ്പം ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ആർക്കെങ്കിലും പൂച്ചക്കുട്ടികളെ വേണം എന്നിട്ട് നമ്മളെ വേറെ ഷോർട്സൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ട്യൂഷൻ എടുക്കൽ അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പം കിച്ചണിലേക്ക് വന്നു. നൈറ്റിൽ 7 മണി കേട്ടോ. പിന്നെ ഉച്ചക്ക് ചോറ് കഴിക്കുന്നതൊന്നും കാണിക്കാൻ നിന്നില്ല. ഈ സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു ഉച്ചക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞു. ട്യൂഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ തന്നെയായിരുന്നു. ഒരു 7 മണി വരെ എങ്ങനെ ആയാലും ഉണ്ടാവും. 2 മണി മുതൽ 7 മണി വരെ 7-8 മണി വരെ ഉണ്ടാവും. പിന്നെ ആരെ ലീവാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലേറ്റ് ആവുക എന്നല്ലാണ്ട്, അല്ലെങ്കിൽ 8-8:30 വരെ എങ്ങനെയായാലും ക്ലാസ് ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നൈറ്റിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കുക. ചില ദിവസം ആരും ഫുഡ് കഴിക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഉണ്ടാക്കാനൊന്നും നിൽക്കില്ല. എന്തെങ്കിലും ചോറൊക്കെ കഴിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അല്ലെങ്കിൽ ഇത് എല്ലാവരും കഴിക്കാനുണ്ട് എന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ചോദിച്ചിട്ട് എന്താണ് കൂടുതൽ അഭിപ്രായം നിൽക്കുന്ന ഐറ്റം അതങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പൂരിയും ചിക്കൻ കറിയായിരുന്നു. ചിക്കൻ കറി പിന്നെ വന്നിട്ട് ചിക്കൻ കൊണ്ടുവന്നിട്ട് വേണം ഉണ്ടാക്കാൻ. പക്ഷേ അതിലേക്കുള്ള ഉള്ളി വാട്ടിക്കലും മസാല സെറ്റാക്കലും അതൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അതൊന്നും എടുക്കാൻ വിട്ടുപോയി. കാരണം വന്ന് പിന്നെ കുക്കിങ്ങും വേഗം തീർത്ത് ഫുഡും കഴിച്ചു. പിന്നെ കുറച്ച് ചില്ലറ മടക്കി വെക്കാനും ഡ്രസ്സ്
തിരുമ്പലും അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ വാഷിംഗ് മെഷീൻ ചെയ്യുന്നതാണ്, അത് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലയോ. അപ്പം അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിടക്കാൻ പോയി. തിരിച്ചു പിടിച്ചാ നോക്കട്ടെ എന്താണ് എല്ലാ ചിരിയെ പല്ല് മാത്രമേ കാണുള്ളൂ. എന്താ നിങ്ങൾ കളിയാക്കള്? അല്ല ഇന്റെ മുഖത്തേക്ക് അടിച്ച് 2 എക്സ്പ്രസ് ഒക്കെ കണ്ടേ. ഗുഡ് നൈറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തൊക്കെ ഒന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും സബ്സ്ക്രൈബ്. നിങ്ങളെ കണ്ണോക്കട്ടെ. പക്ഷെ നേരത്തെ റെഡ് കളറായിട്ട് കണ്ടിരുന്നു. ഇങ്ങനെ സൈഡിലേക്ക് വെക്കുമ്പോൾ ഇനി കൊണ്ടുപോയി. അതെ തന്നെ പോയി. അപ്പം എന്നാ ശരി. അപ്പം ഇന്നത്തെ ഡെയിലി മൈ ലൈഫ് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. ഇപ്പം സമയം എത്ര മണിയായി ഗൈസ്? 10 മണിയായി. അപ്പം എന്നാ കുറച്ച് നേരം ഫോണിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ കണ്ടിരുന്നു കിടന്നോളൂ. യൂട്യൂബിലേക്കുള്ള വീഡിയോ ആണ്. എന്തിനി പറയ്. അല്ലല്ല. അപ്പൊ ഗൈസ് കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ചിട്ട് കിടന്നുറങ്ങാട്ട്. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പം എന്നാ വേഗം പോയി കിടന്നു. ഇങ്ങനെ കറങ്ങി തിന്നിരിക്കേണ്ട. ഉറങ്ങാൻ പോണവരാണെങ്കിൽ ഉറങ്ങിക്കോളി. അത് ശരിയേ. അല്ലാത്തവരെന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ. ഇഷ്ടമല്ല ചെയ്യാലോ. നമ്മളെ ഇഷ്ടങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടത്. അപ്പം എന്നാൽ ശരി കേട്ടോ.